ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എഗ് ബുർജിയാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പനീർ ബുർജി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹാഫ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഹാഫാണ് ഞാനിപ്പോൾ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ ഇന്നലെ മാറ്റി വെച്ച ഹാഫാണ്. അപ്പോൾ അത് ആ മസാല ഞാൻ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആ മസാലയുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പാതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒരു 10-30 സെക്കൻഡ് അത്രയും മതി. ജസ്റ്റ് നമ്മൾ തക്കാളി ഇപ്പോൾ അധികം കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ മുട്ടയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മുട്ട വേവുന്ന സമയം കൊണ്ട് തക്കാളി വെന്ത് വരും. ഞാൻ ഇതിലോട്ട് ഒരുപാട് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഒരു കുഞ്ഞ് തക്കാളി ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വലിയ തക്കാളിയുടെ പാതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം പുളിപ്പ് മുന്നോട്ട് നിൽക്കരുത്. കാരണം എഗ് ബുർജിയാണ്, ഇപ്പോൾ എഗ്ഗിന്റെ ടേസ്റ്റ് വേണം ആദ്യം നിൽക്കാൻ. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് മറ്റേ ഭാഗത്ത് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പം അതിനെ ഒരു സൈഡ് ഒതുക്കി കൊടുക്കുക. എന്നാലേ നമുക്ക് പെട്ടെന്ന് ചിക്കി വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മസാലയുടെ ഒപ്പം ആഡ് ചെയ്യാം, എന്നാലേ ആ മസാല ടേസ്റ്റും ആ മുട്ടയിലോട്ട് പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു മുട്ട പൊട്ടിച്ചു ഒഴിച്ചു. ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ തോട് വീഴാതെ നോക്കണം. ഓക്കെ, ഷെല്ല് വീഴാതെ നോക്കണം. ഇല്ല, അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ പൊട്ടിച്ചൊഴിച്ച ശേഷം പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു നുള്ള ഉപ്പ് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി മസാലയിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറിയാലോ, എല്ലാവർക്കും മുട്ട ചിക്കൻ അറിയാം. ഏറ്റവും ഈസിയസ്റ്റ് കുക്കിംഗ് ആണ് മുട്ട ചിക്കൻ. അത് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് അത് പാനിൽ നിന്ന് വിട്ട് വരും, റബ്ബർ മാതിരിയായി വരും. അപ്പോൾ നന്നായി ഫുള്ളി കുക്ക്ഡ് ആണ്. അല്ല, സോഫ്റ്റ് സ്റ്റേജ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്ന് പാതി സെറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാതി കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മസാലയോടൊപ്പം യോജിപ്പിക്കണം. പിന്നെ മസാലയോടൊപ്പം കടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും ആ ചൂടുകൊണ്ട് വെന്ത് വരും. കണ്ടില്ലേ, ഏകദേശം പാതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അതിനോട്ട് ചേർത്ത് യോജിപ്പിക്കാം. എന്നിട്ട് മസാലയായിട്ട് അത് നന്നായി മിക്സ് ആവട്ടെ, എന്നാലേ ടേസ്റ്റ് നന്നായി പിടിക്കുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ക്രീമി ആയിട്ടുണ്ടാവും, കുക്കായിട്ടില്ല. ഇനി സമയം വേണം. എന്നാൽ പാനിൽ നിന്ന് വിട്ടുവരുന്ന പാകം വരും. ആ സമയത്ത് നമ്മുടെ ബുർജി റെഡി ആവും. വളരെ ഈസിയാണ്. 2-3 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ മെയിൻ മസാലയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, പിന്നെ പൊടികളാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകത്തിന്റെ പൊടി, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ മസാല പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പനീർ ബുർജിയില. വീഡിയോ ഡീറ്റെയിൽ ആയി കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. നല്ല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, എൻ്റെ ടെക്സ്റ്റും എല്ലാം മാറി പാനിൽ നിന്ന് വിട്ടു വന്നു. നമ്മുടെ പനീർ ബുർജി റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി അവസാനമായിട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. പനീർ ബുർജിക്കും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിയില. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഫ്ലേവറൊക്കെ അതിലൊന്ന് ഇറങ്ങി ചെല്ലട്ടെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ബുർജി റെഡിയായി. ഇനി ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിനൊപ്പം സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം, ദോശയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കാം, ഈവൻ ചോറിനൊപ്പം പോലും കഴിക്കാം കേട്ടോ. ഫ്രൈഡ് റൈസോ അങ്ങനെയുള്ള സ്പെഷ്യൽ റൈസസിൻ്റെ ഒപ്പം കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ബുർജിയാണ് ഇത്. അപ്പോൾ എഗ് ബുർജി ഞാൻ എന്താ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ബൈ.